ണ്ടായത്. അള്ളാഹുവിൻ്റെ ഹബീബ് ലോകത്ത് മരിച്ചുപോയില്ലേ? എൻ്റെ ഉമ്മ മരിച്ചു, ഉപ്പ മരിച്ചു, അല്ലെങ്കിൽ എൻ്റെ വല്യപ്പ മരിച്ചു, വല്യമ്മ മരിച്ചു, അത് വേദനയാണ്. പക്ഷേ വല്യപ്പാനേക്കാളും ഉമ്മയെക്കാളും ഉപ്പയെക്കാളും ആരെ സ്നേഹിക്കണം എന്നാണ് പറഞ്ഞത്? അള്ളാഹുവിൻ്റെ റസൂലിനെ സ്നേഹിക്കണ്ടേ? അപ്പോഴല്ലേ ഈമാൻ പൂർത്തിയാവുള്ളൂ. നമ്മുടെ ഉപ്പ ഉമ്മയെ മക്കളെക്കാളും ഭാര്യയെക്കാളും നമ്മുടെ കച്ചവടത്തെക്കാളും വീടിനേക്കാളും വാഹനത്തെക്കാളും ആരെ സ്നേഹിക്കണം എന്നാണ് പറഞ്ഞത്? അള്ളാഹുവിൻ്റെ റസൂലിനെ സ്നേഹിക്കണം. ആ ഹബീബായ നബി ഞങ്ങൾ ലോകത്ത് നിന്ന് മരിച്ചു പോയില്ലേ, വഫാത്തായിപ്പോയില്ലേ? അപ്പോൾ എൻ്റെ ഉമ്മയെക്കാളും ഞാൻ സ്നേഹിക്കുന്ന ആളല്ലേ നബി ഞങ്ങൾ, അവിടെ നിന്ന് വഫാത്തായില്ലയോ? ആ ഹബീബിൻ്റെ മരണത്തോളം ആവില്ലല്ലോ എൻ്റെ ഉപ്പയുടെ ഉമ്മയുടെ മരണം, എൻ്റെ മകൻ മരിച്ചത്, എൻ്റെ റസൂല് മരിച്ചില്ലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ മരണവുമായി നിങ്ങൾക്ക് വരുന്ന മുസീബത്തുകളെ നിങ്ങൾ താരതമ്യം ചെയ്യാൻ അത്രത്തോളമൊന്നും ആയിട്ടില്ലല്ലോ, എങ്കിൽ നിങ്ങളുടെ മനസ്സിന് സമാധാനമുണ്ടാകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ പറഞ്ഞു, വമമാതി ഖൈറുൽ ലക്കും, എൻ്റെ മരണം നിങ്ങൾക്ക് അനുഗ്രഹമാണ്, എൻ്റെ മരണം നിങ്ങൾക്ക് അനുഗ്രഹമാണ്. എങ്ങനെ മരണം അനുഗ്രഹമാകുന്നത്? തുഅറദു അലയ്യ അഅമാലുക്കും, നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങൾ അല്ലാഹു എനിക്ക് കാണിച്ചു തരുന്നുണ്ട്. അഅദന അല്ലാഹു മിനശ് ശുറൂരി കുല്ലിഹാ വമിനൽ മആസി വദ്ദുനൂബ്, അല്ലാഹു നമ്മുടെ തെറ്റുകുറ്റങ്ങളെ വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നിങ്ങൾ ചെയ്യുന്ന നന്മ തിന്മകൾ അള്ളാഹു എനിക്ക് കാണിച്ചു തരുന്നു. എൻ്റെ മരണശേഷം എൻ്റെ ഖബറിലേക്ക് എനിക്ക് കർമ്മങ്ങൾ എത്തിച്ചു തരുന്ന മലക്കുകളുണ്ട്. റസൂലുള്ളാഹി തങ്ങൾക്ക് ഉമ്മത്തികളുടെ കർമ്മങ്ങൾ എത്തിച്ചു കൊടുക്കും. സ്വഹാബിമാർ പറയും അവരുടെ മക്കളോട്, മക്കൾ പറയും അവരുടെ മക്കളോട്, നമ്മുടെ വാപ്പാക്ക് അള്ളാഹു ഈ കർമ്മം കാണിച്ചു കൊടുക്കൂലേ, പേടിക്കണ്ടേ എന്ന്. സാധാരണ മുഅ്മിനീങ്ങളായ ആളുകൾക്ക് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ബാക്കിയുള്ള ആളുകളുടെ വേണ്ടപ്പെട്ടവരുടെ കർമ്മങ്ങളെ കാണിച്ചു കൊടുക്കുന്ന, മക്കളുടെ കർമ്മങ്ങൾ വാപ്പയെ കാണിച്ചു കൊടുക്കും. അപ്പോൾ ഖബറിൽ കിടക്കുന്ന ഒരു മനുഷ്യന് അതുകൊണ്ട് സന്തോഷം ഉണ്ടാവണം, അങ്ങനത്തെ കർമ്മങ്ങളെ നമ്മൾ ഉണ്ടാവാൻ പാടുള്ളൂ എന്നർത്ഥം. ഇത് നബി തങ്ങൾ പറഞ്ഞു തന്ന അറിവാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ നിന്ന് പറയാൻ, എൻ്റെ ഉമ്മത്തികളായി നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങൾ അല്ലാഹു എന്നെ കാണിക്കുമ്പോൾ ഫമാ റഅയ്തു മിൻഹാ ഖൈറൻ, നിങ്ങൾ ചെയ്യുന്ന നന്മ എനിക്ക് കാണിക്കപ്പെടുമ്പോൾ ഹമിദുല്ലാഹ് അലൈഹി, ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കും. അൽഹംദുലില്ലാഹ്, എൻ്റെ ഉമ്മത്തികൾ ഒരുമിച്ചിരുന്ന് എൻ്റെ മദ്ഹ് പറഞ്ഞല്ലോ, എൻ്റെ ഉമ്മത്തികൾ ഒരുമിച്ചിരുന്ന് എനിക്ക് സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട്, അവർ ഇൽമ പഠിക്കുന്നുണ്ട്, അവർ ഖുർആൻ പഠിക്കുന്നുണ്ട്, തജ്വീദ് പഠിക്കുന്നുണ്ട്, അദ്കാറുകൾ ചൊല്ലുന്നുണ്ട്, നിസ്കാരം പഠിക്കുന്നുണ്ട്, അവർ നിസ്കരിക്കുന്നുണ്ട്, അവർ നന്മ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങൾ ഞാൻ കാണുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ ഓർത്ത് ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കുന്നുണ്ട്. പക്ഷേ വഇൻ റഅയ്തു ഗൈറ ദാലിക്, ഞാൻ കാണുന്നത് നന്മ അല്ല എങ്കിൽ, നിങ്ങൾ ചെയ്യുന്ന തെറ്റുകളാണെങ്കിൽ, ഇസ്തഗ്ഫർതുല്ലാഹ ലക്കും, എൻ്റെ ഖബറിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുന്നു. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസിൻ്റെ മഅനയും അതിൻ്റെ ആശയവും വളരെ സ്വഹീഹും ശക്തവുമാണെന്ന് അലിമീങ്ങൾ പറയും. അഹാദുകളായ അതിൻ്റെ റിവായത്തുകളുണ്ടെങ്കിൽ പോലും പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരിക്കുന്നു. അവിടുത്തെ പരിശുദ്ധമായ ഖബറിൽ കിടക്കെ ഉമ്മത്തികൾക്ക് മുഴുവൻ വേണ്ടി ഹബീബായ നബി ഞങ്ങൾക്ക് അതിനുള്ള കഴിവ് അല്ലാഹു കൊടുത്തിരിക്കുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.